ഹലോ. അല്ല, എന്താണ് നമ്മുടെ ഇവിടെ ഗോവിന്ദൻ മാസ്റ്ററെ, ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഏ പുള്ളി ശരിക്കും എനിക്ക് തോന്നുന്നത് വല്ല എൽ പി സ്കൂളിലോ ഒക്കെ ഉള്ള മാഷോ ഇല്ലായിരുന്നായിരിക്കും. അല്ലാതെ അതിന് മുകളിലേക്ക് UP ഹൈസ്കൂളോ ഒന്നും ഉള്ള മാഷ് ആയിരിക്കാൻ വഴിയില്ല. കാരണം പുള്ളിയുടെ ഈ സംസാരം കേട്ടിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലിക്കാനായിട്ട് ഇങ്ങനെ പുള്ളി ഓരോത് പറയുമ്പോഴേ, രാവിലെ ഒരു കാര്യത്തെക്കുറിച്ച് രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്കൊന്ന് പറയും, വൈകുന്നേരം ഒന്ന് പറയും, രാത്രിയിൽ വേറൊന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള ക്യാപ്സൂലുകൾ ഒരേ കാര്യത്തിന് ഇറക്കി വിടുക. പാർട്ടിക്കാർക്ക് പോലും കൂടെ പുള്ളിയെ എങ്ങനെ ഈ പുള്ളിയുടെ ഈ രീതി ഇങ്ങനെ സഹിക്കുന്നത്? ഈ അടുത്ത ദിവസം തന്നെ പറഞ്ഞു കേട്ടു, നയിക്കുന്ന ആരാ, നയിക്കുന്നത് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ചോദിച്ചപ്പം പറഞ്ഞു പിണറായി തന്നെ നയിക്കും. വൈകുന്നേരം പിണറായിക്ക് പ്രായം ഞങ്ങൾക്ക് വിഷയമല്ല, പ്രായം ഞങ്ങൾ മാറ്റും. എന്നതായി പറയുന്നത്, എന്നതൊക്കെ പറയുന്നത്. അതൊക്കെ പോട്ടെ, അവരുടെ പാർട്ടിയുടെ കാര്യം എന്തുപോട്ടെ. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞതേ, ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ 4 തരത്തിൽ വർത്താനം പറഞ്ഞിട്ട്, ഞങ്ങളാരും മാർക്സിസ്റ്റുകാർ ഞങ്ങളാരും മദ്യപിക്കുകയില്ല, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ മദ്യപിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇപ്പോൾ ഞാൻ എടുത്ത് തൂക്കി പുറത്തിടും, തൂക്കി എറിയും, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഇതാ പറയുന്നത്, അല്ല പാർട്ടി അനുഭാവികൾക്ക് മദ്യപിക്കാം, കുഴപ്പമില്ല. വൈകുന്നേരം അന്നേരം പറയുന്നു പാർട്ടി പ്രവർത്തകർക്കും മദ്യപിക്കാം. രാത്രി ആയപ്പം പറയുന്നത് നേതാക്കന്മാർക്ക് മാത്രമേ മദ്യപിക്കാൻ പറ്റൂ, നേതാക്കന്മാർ മാത്രം. ഇങ്ങനെ എന്ത് ഈ വിഡിത്തായി പറയുന്നത്? ഈ പാർട്ടി അനുഭാവികളല്ലേ പാർട്ടി പ്രവർത്തകരായി മാറുന്നത്, ഈ പാർട്ടി പ്രവർത്തകരല്ലേ പാർട്ടിയുടെ നേതാക്കന്മാരായി മാറുന്നത്. ഇങ്ങനെ നേതാവെന്ന് ഉദ്ദേശിച്ചത് ആരെയും ഇങ്ങനെ ഇപ്പം ഒരു പഞ്ചായത്തിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളൊരു നേതാവല്ലേ ഇവിടുത്തെ? ഒരു പാർട്ടിയുടെ ഒരു ഏരിയ സെക്രട്ടറി അയാൾ നേതാവല്ലേ? വാർഡ് സെക്രട്ടറി അയാൾ നേതാവല്ലേ? ചുമ്മാ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ചിരിപ്പിച്ച് കൊല്ലാനുള്ള ഈ രീതിയിലുള്ള സംസാരം നിർത്തൻ്റെ ഗോവിന്ദൻ മാസ്റ്റർ. എനിക്ക് അല്ലാതെ പറയാനുള്ളൂ. നിങ്ങൾ പാർട്ടി CPM-കാരും മദ്യപിക്കുകയില്ല, ഉച്ചയാകുമ്പം പറയും അല്ല പാർട്ടി അനുഭാവികൾക്ക് മദ്യപിക്കാം, പിന്നെ പറയും വൈകുന്നേരം പറയും പാർട്ടി പ്രവർത്തകർക്ക് മദ്യപിക്കാം. പാർട്ടി പ്രവർത്തകർ മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല, പാർട്ടിയിൽ നേതാക്കന്മാർ മദ്യപിക്കാൻ പാടില്ല. ഇത് പണ്ട് വേറെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഈ നമ്മുടെ ഇങ്ങേരുടെ സമയത്ത് EMS നമ്പൂരിപ്പാടിൻ്റെ സമയത്ത് പറഞ്ഞ പള്ളിയിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകാൻ പാടില്ല. പിന്നീട് അത് വലിയ വിഷയമൊക്കെ കഴിയുമ്പോഴത്തേക്കും പറയാ അല്ല അനുഭാവികൾക്ക് പള്ളിയിൽ പോകാം. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും പള്ളിയിൽ പോകാം, നേതാക്കന്മാർക്ക് പള്ളിയല്ല, പള്ളിയെന്ന് ഉദ്ദേശിച്ച ആരാധനാലയത്തിൽ പറ്റില്ല. എന്നിട്ട് ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? ഇപ്പം നേതാക്കന്മാരല്ലേ അമ്പലത്തിലൊക്കെ ഒക്കെ പള്ളിയിലും അമ്പലത്തിലും മറ്റിടത്തും ഒക്കെ എല്ലാത്തിനും ഉത്സവത്തിനൊക്കെ മുൻപന്തി നിന്നിട്ട് കൈ കൂപ്പി പിടിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്നതൊക്കെ, ശബരിമല പോയി തൊഴുതു നിൽക്കുന്ന ആളാണ് മന്ത്രിമാരൊക്കെ അല്ലേ. അപ്പം ഇങ്ങനത്തെ ഈ വിവരമൊക്കെ നിങ്ങൾ ഒന്നുമല്ലാതെ പറയരുതേ. ഇങ്ങനെ നിങ്ങളെങ്ങനെയാണ് സഹിക്കുന്നത്? നിങ്ങൾ പണ്ട് സമരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഇന്ന് നിങ്ങൾ എന്തിനെതിരെ സമരം ചെയ്തോ അത് നിങ്ങൾ തന്നെ ഇന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ മദ്യപാന ഇങ്ങനെ പാർട്ടി ഒന്നും അങ്ങനെ പറയല്ലേ. ഒരു മനുഷ്യനുണ്ടാവില്ല കേട്ടോ പാർട്ടിക്കകത്ത്, പിന്നെ ഒരു മനുഷ്യനുണ്ടാവില്ല. പാർട്ടി പ്രവർത്തകർ മദ്യപിക്കരുത്, പാർട്ടി നേതാക്കന്മാർ മദ്യപിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയാലും അത്
വന്ദേ നമസ്തേ ഗോവിന്ദ മാഷേ നമസ്തേ.